കുറച്ച് തേങ്ങ ചിരകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എടുക്കാൻ മറന്നുപോയി. ഇന്നതെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ് ടേസ്റ്റ് മാറിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ തേങ്ങ വറുത്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് വറുക്കാനായിട്ട് ഞാനിന്ന് എയർ ഫ്രയർ ഉപയോഗിച്ചാലോ എന്ന് ഓർത്തു വിട്ടാ. വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല തീ പിടിച്ച വിലയാണ്. അപ്പോൾ ഇനിയിപ്പം വെളിച്ചെണ്ണ ഇട്ട് ചീനച്ചട്ടിയിലിട്ട് വറുക്കണ്ട, എയർ ഫ്രയറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വേഗം നമ്മുടെ ആ സിലിക്കൺ ട്രേയിലേക്ക് ഈ തേങ്ങ കുടഞ്ഞിട്ടു. അപ്പോൾ നല്ല കട്ടിയിലിരിക്കുകയായിരുന്നു, പിന്നെ തണുപ്പും ഉണ്ടായിട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണ് ഞാൻ എയർ ഫ്രയറിനുള്ളിലേക്ക് അത് വെച്ചത്. എനിക്കിത് ഒരു പരീക്ഷണമായതുകൊണ്ട് തന്നെ എത്ര ടെമ്പറേച്ചറോ അല്ലെങ്കിൽ എത്ര സമയത്തേക്ക് വെക്കണം അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു ഊഹത്തിൻ്റെ പുറത്ത് ഞാനൊരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആകെപ്പാടെയുള്ളൊരു ധൈര്യം ഇടയ്ക്ക് നമുക്കിത് തുറന്ന് നോക്കാമല്ലോ, കരിഞ്ഞു പോവാണ്ട് നോക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ വേഗം ഒരു 180 ഡിഗ്രി ടു 15 മിനിറ്റ്സ് വെച്ചു. എന്നിട്ട് ഒരു 4 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും അതൊന്ന് തുറന്നു നോക്കി എന്താണ് എൻ്റെ അവസ്ഥ എന്നറിയാൻ. അപ്പോൾ സംഭവം എനിക്ക് മനസ്സിലായി, തണുപ്പുള്ളത് കൊണ്ട് അങ്ങ് ഫുൾ ആയിട്ടങ്ങ് ഇത് ചൂടെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ നല്ലതായിട്ടൊന്ന് ഇളക്കി അതിനെ വീണ്ടും അതിനുള്ളിലേക്ക് വെച്ചു കേട്ടോ. എനിക്ക് തോന്നി സംഭവം വർക്ക് ആവുന്നുണ്ടെന്ന്. അങ്ങനെ നല്ലപോലെ ഇളക്കിയതിനെ വീണ്ടും എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ഇങ്ങനെ ഇടയ്ക്ക് ഞാനെടുത്ത് തുറന്ന് നോക്കുന്നുണ്ട്, ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലേ, അപ്പോൾ നമുക്ക് കരിഞ്ഞു പോകരുതല്ലോ. പിന്നെ എയർ ഫ്രയറിൽ നമ്മളിതുപോലെ കുറേ കാര്യങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ വറക്കുമ്പം എന്തായാലും സക്സസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്കറിയാം, പക്ഷേ ഇടയ്ക്ക് കരിഞ്ഞു പോകരുത് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊക്കെ നോക്കി ഞാൻ എടുത്തു. അങ്ങനെ ഫൈനലി ഒരു 14 മിനിറ്റ് ആയപ്പോഴേക്കും തേങ്ങ നല്ല പോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വറുക്കുന്ന അതേ ഒരു ഫീല്, നല്ല വാസനയും ഉണ്ട് കേട്ടോ. നല്ല ആ ഒരു തേങ്ങ വറുക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലില്ലേ, അത് ശരിക്കും വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, എന്ന പോലെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ തേങ്ങ വറുക്കുന്ന പരിപാടി. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ എന്തായാലും പാളി പോയിട്ടില്ല, സംഗതി സൂപ്പറായിട്ടുണ്ട്. വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്നിട്ടിങ്ങനെ വറുത്ത് വയ്ക്കുന്ന തേങ്ങ നമുക്ക് സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ളപ്പോൾ അരച്ചെടുത്താലും മതിയല്ലോ.